ഈ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആൾക്കാർ ഇവിടെ നിൽക്കാൻ നോക്കുന്നത്, വരാൻ നോക്കുന്നതും. പിന്നെ പലരെയും പറ്റി കേട്ടിട്ടില്ലേ, ഇന്ന ആൾ അമേരിക്കയിലാണ്, അയാൾക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ പറ്റില്ല. ഇന്ത്യയിലേക്ക് അപ്പോൾ നിലവിൽ അമേരിക്കയിലായിരിക്കും പല ആൾക്കാരും. അപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അങ്ങനെയുള്ളൊരു പൊതുവെ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് കിട്ടി ജോലി ചെയ്യുമായിരിക്കും. എവിടെയെങ്കിലും കറക്കി അരിക്കുകയോ ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുകയോ കാപ്പി ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അവര് കുറേ പൈസ സമ്പാദിച്ച് വലിയൊരു വീടൊക്കെ കിട്ടി നല്ലൊരു അന്തസ്സൊക്കെ വന്നു തോന്നിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് പോയിട്ട് പോകും. ഗൾഫ് കൺട്രീസിൽ പോലെ തന്നെ ഇങ്ങനെ ഗൾഫിലെ പോലെ ഇങ്ങനെ എക്സിറ്റ് വിസയുടെ പരിപാടിയൊന്നുമില്ല. എപ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നോ പാസ്പോർട്ട് എടുത്ത് സ്ഥലം വിടുക, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ എക്സിറ്റ് വിസ അടിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു സംഗതിയാണ്, വടംവലി മത്സരം നടത്തുന്നുണ്ട് ഇവിടെ. വടംവലി മത്സരത്തിൻ്റെ ഇടയിലും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. പല ആൾക്കാരും കഞ്ഞിയും കറിയും വെക്കലാണ് പരിപാടി എന്ന് കേട്ടത്. ഇപ്പം മെക്സിക്കനാണെങ്കിൽ പോലും അവർ പല ചെറിയ ചെറിയ ജോലികൾ, പുല്ല് വെട്ടുക, മരം വെട്ടുക, അങ്ങനെയുള്ള ക്ലീനിങ്, ഇങ്ങനെയുള്ള സംഗതികൾ മുഴുവൻ മിക്കവാറും ചെയ്യുന്നത് മെക്സിക്കനായിരിക്കും. അങ്ങനെ വേറെ മെക്സിക്കനും ഉണ്ട്, പിന്നെ സൗത്ത് അമേരിക്ക എന്നുള്ളവരുണ്ട്. ഇവിടെ അവസരങ്ങളുണ്ട്, പിന്നെ അവസരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ കടന്നു വരാനുള്ള കാരണം. ഇവിടുന്ന് പൈസ സമ്പാദിച്ചു കഴിഞ്ഞാൽ അയക്കണതിന് ബുദ്ധിമുട്ടല്ല, പോകുന്നതിന് കുഴപ്പമില്ല, തിരിച്ചു പോകുന്നതിന് ആരും ഒന്നും പറയില്ല. ഞാൻ ഇടയ്ക്ക് കേട്ടതാണ്, ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത ഒരുത്തൻ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതേവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? അവരതിർത്തി കിടന്ന് പിന്നെയും വന്നു. ആദ്യം എങ്ങനെ വന്നാൽ ഏകദേശം അതേപോലെ തന്നെ ഇവരും തിരിച്ചു വന്നിട്ടുണ്ടാവും.